വിശ്വാസത്തിൽ വേരൂന്നിയ പ്രത്യാശയാൽ നയിക്കപ്പെടുന്ന ബാലരാമപുരം വിശുദ്ധ സെബസ്ത്യാനോസ് ദേവാലയം. ഇത് ഒരു സഭയുടെ മാത്രം ചരിത്രമല്ല, മറിച്ച് വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദൈവിക സംരക്ഷണത്തിൻ്റെയും ഒരു മഹത്തമായ ചരിത്രമാണ്. തുടക്കത്തിൽ മാതാവിൻ്റെ നാമത്തിലാണ് ഈ ദേവാലയം അറിയപ്പെട്ടിരുന്നത്. ജനങ്ങൾ സമാധാനത്തോടും വിശ്വാസത്തിലും ഐക്യത്തിലും ജീവിച്ചിരുന്ന കാലം. പെട്ടെന്ന് വസൂരി എന്ന മാരകമായ രോഗം ദേശത്തെമ്പാടും പടർന്നു. ഭയവും കഷ്ടപ്പാടും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു. ചികിത്സയുടെ ഒരു പ്രതീക്ഷയും കാണാത്തപ്പോൾ വിശ്വാസികൾ ദേവാലയത്തിൽ ഒത്തുകൂടി രാവും പകലും എല്ലാം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ശക്തമായി പ്രാർത്ഥിച്ചു. ഒരു രാത്രിയിൽ ചിലർ പള്ളിക്ക് സമീപം ഒരു ദിവ്യ സാന്നിധ്യം അനുഭവിച്ചു. സ്വതന്ത്രമായി നിൽക്കുന്ന മരത്തിന് മുന്നിൽ ഒരു വിശുദ്ധ രൂപം നിൽക്കുന്നത് അവർ കണ്ടു. വൈകാതെ തന്നെ അത് ശക്തനും രക്തസാക്ഷിയും കഷ്ടപ്പാടുകളുടെ സംരക്ഷകനുമായ വിശുദ്ധ സെബസ്ത്യാനോസ് ആണെന്ന് ആളുകൾ മനസ്സിലാക്കി. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ശക്തമായ മധ്യസ്ഥ ശക്തിയാൽ രോഗം സുഖപ്പെട്ടു. രോഗികൾ സുഖം പ്രാപിച്ചു. ഭയം മാറിപ്പോയി. പ്രത്യാശ പുനഃസ്ഥാപിക്കപ്പെട്ടു. ധൈര്യത്തിന്റെയും സംരക്ഷണത്തിന്റെയും രോഗശാന്തിയുടെയും ഒരു വിശുദ്ധനായാണ് വിശുദ്ധ സെബസ്ത്യാനോസ് അറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് പകർച്ചവ്യാധികളുടെയും അപകടങ്ങളുടെയും സമയങ്ങളിൽ വിശുദ്ധന്റെ ശക്തമായ മധ്യസ്ഥത തന്നിൽ ആശ്രയിക്കുന്നവർക്ക് ആശ്വാസവും ശക്തിയും അത്ഭുതങ്ങളും നൽകുന്നു. ഈ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള വാർത്ത വ്യാപരിച്ചതോടെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ആളുകൾ വിശുദ്ധന്റെ അനുഗ്രഹം തേടി എത്തി. ആ അനുഗ്രഹീത ദിവസം മുതൽ ദേവാലയം വിശുദ്ധ സെബസ്ത്യാനോസിന് സമർപ്പിക്കപ്പെട്ടു. ഇന്ന് പ്രാർത്ഥനയുടെയും വിശ്വാസത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മഹത്തമായ മധ്യസ്ഥയുടെയും ശക്തിയുടെ ജീവിക്കുന്ന സാക്ഷ്യമായി ദേവാലയം നിലകൊള്ളുന്നു. എല്ലാ വർഷവും ജനുവരി മാസം വിശുദ്ധന്റെ തിരുനാൾ ആചരിക്കുന്നു. ഈ വർഷവും ജനുവരി മാസം 16 മുതൽ 25 വരെ വിശുദ്ധന്റെ മധ്യസ്ഥ തിരുനാൾ ആഘോഷിക്കുന്നു. എല്ലാ വർഷവും ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഈ പുണ്യഭൂമിയിൽ എത്തിച്ചേരുന്നത്.